വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹംദത്തുൽ അഹ്കാമിലെ ബാബുൽ അദാനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത്. ബാങ്കുമായി ബന്ധപ്പെട്ട മസ്അലകൾ ചർച്ച ചെയ്യുന്ന അധ്യായം, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായം. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്ക് എപ്പോഴാണ് ശറഅാക്കിയത്, അത് ഏത് രൂപത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ടു വന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു, സഹാബത്ത് അവർ സ്വപ്നം കാണുകയാണ് ചെയ്തത്. നിസ്കാരത്തിന്റെ സമയം എങ്ങനെയാണ് അത് അറിയിക്കേണ്ടത് എന്ന ചർച്ച വന്നപ്പോൾ ഒരു തീരുമാനമുണ്ടായില്ല. പിന്നീട് സഹാബത്ത് അവരുടെ ഉറക്കിൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി, ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നത് വേണ്ടി. അങ്ങനെ ബാങ്കിന്റെ അൽഫാദുകളടക്കം, അതിൽ പറയേണ്ട വാക്കുകളടക്കം സ്വപ്നത്തിൽ മനസ്സിലാക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും അവിടുന്ന് അംഗീകരിക്കുകയും, അങ്ങനെയാണ് ബാങ്ക് കൊടുക്കാം, അത് ഈ രൂപത്തിൽ കൊടുക്കാമെന്ന് ദീനിൽ വന്നത്. അപ്പോൾ നമ്മൾ സാന്ദർഭികമായി സൂചിപ്പിച്ചിരുന്നു, സ്വപ്നം കണ്ടതുകൊണ്ട് അല്ല അവിടെ ഒരു ദീനിലൊരു കാര്യം ശർആയത്, മറിച്ച് ആ സ്വപ്നത്തെ അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ സ്വപ്നം അതിന് അർത്ഥങ്ങളുണ്ടാകും, വ്യാഖ്യാനങ്ങളുണ്ടാകും. പക്ഷെ അതുകൊണ്ട് ദീനിൽ പുതുതായി ഒരു അമൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഇബാദത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള പുതിയ പ്രവർത്തനങ്ങൾ അത് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് തെളിവ് പിടിക്കാൻ പറ്റുകയില്ല. നമ്മുടെ നാടുകളിൽ തന്നെ കാണപ്പെടുന്ന വലിയൊരു ബിദ്അത്തിന്റെ ഒരു കക്ഷിയുണ്ട്, ജമാഅത്തിനും മറ്റുമൊക്കെ ധാരാളമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന. അവർ പറയുന്നത് അവരുടെ നേതാവ് ഒരു സ്വപ്നത്തിൽ ദർശിച്ചതാണ്, ഇങ്ങനെ ഇന്ത്യയിൽ ഈ ഒരു സംഘം തുടങ്ങണം, അങ്ങനെ ലോകം മുഴുവനും ഇങ്ങനെ ജമാഅത്ത് പുറപ്പെട്ട് ദീന് തബ്ലീഗ് ചെയ്യണം എന്നെല്ലാം അവർ സ്വപ്നത്തിൽ കണ്ടതാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ദീനി ദഅവത്തിനാകട്ടെ ഇബാദത്തുകൾക്കാകട്ടെ ഒരു പുതിയ മാർഗം കൊണ്ടുവരിക എന്നുള്ളത് പാടില്ല എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ശരി, അടുത്ത ഹദീസ് അഥവാ ഒന്നാമത്തെ ഹദീസ് തന്നെ, ബാബുൽ അദാനിൽ ഒന്നാമത്തെ ഹദീസ്. عن أنس بن مالك رضي الله عنه قال أمر بلال أن يشفع الأذان ويوتر الإقامة. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഉമിറ ബിലാൽ കൽപ്പിക്കപ്പെട്ടു, അൻ യശ്ഫഅൽ അദാൻ, ബാങ്ക് ഷഫ്ആക്കിയിട്ട് ചെയ്യാൻ, അഥവാ ഇരണ്ടാക്കിയിട്ട്, വയൂത്തിറൽ ഇഖാമ ഒറ്റയാക്കിയിട്ട്. അങ്ങനെയാണ് ബിലാൽ കൽപ്പിക്കപ്പെട്ടത് എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസ് നിങ്ങൾ കേട്ടപ്പോൾ ഇതിൽ ഖാല റസൂലുള്ളാഹ് എന്നില്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവർത്തിച്ചതായിട്ടുമില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സംഭവിച്ചൊരു കാര്യം ഇഖ്റാർ, അത് അംഗീകരിക്കുക എന്നതും ഇതിലില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് ഹദീസായി മാറുന്നത്? ഇത് മുസ്തലഹുൽ ഹദീസിന്റെ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു, സഹാബികളായ ആളുകൾ അവർ ഉമിറ, ഇന്നയാൾ കൽപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ നുഹിയ, വിരോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ നുഹീന, ഞങ്ങളോട് വിരോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ മിന സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ്, അതല്ലെങ്കിൽ ഫഖദ് അസൽ അബുൽ ഖാസിം, ഏതെങ്കിലുമൊക്കെ പ്രവൃത്തി പറഞ്ഞിട്ട് ഇത് അബുൽ ഖാസിം അഥവാ അള്ളാഹുവിന്റെ റസൂൽ, അത് അദ്ദേഹത്തിന് എതിരായി, ഈ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിനോട് എതിരായി എന്നൊക്കെ സഹാബത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഹുക്കുമാണ്, അഥവാ മർഫു ആണ് എന്നാണ് ആ ഹദീസിലേക്ക് പറയാം. എന്നാൽ അതിനാൽ മർഫൂഉൽ ഹുക്മി എന്നേ പറയുകയുള്ളൂ. റസൂലിലേക്ക് നേരെ ചേർത്തി പറയുന്നതിനാണ് അൽ മർഫൂഹൻ സരീഹ് എന്ന് പറയുന്നത്, നേർക്ക് നേരെ ചേർത്തി പറയുക. അതല്ല എങ്കിൽ അൽ മർഫൂഉൽ ഹുക്മി എന്നാണ് പറയുക. അതുകൊണ്ട് ഇതുകൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അഥവാ നേർക്ക് നേരെ പറഞ്ഞു എന്ന വാക്കതിലില്ല എങ്കിലും ഇത് തെളിവ് പിടിക്കാൻ പറ്റുന്നത് സഹാബത്ത് ഉമിറ ബിലാൽ എന്ന് പറഞ്ഞു, ബിലാൽ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ് എന്താണ്, ആരാണ് ബിലാലിനോട് കൽപ്പിക്കാനുള്ളത്? ബാങ്കിനെ കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ച് അത് അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ അതവിടെ സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും
അത് വളരെ വ്യക്തമാണ്. അത് വളരെ വ്യക്തമാകുന്ന സമയത്ത് അത്തരത്തിലുള്ള മജ്ഹൂലിന്റെ അഥവാ കർത്താവിനെ പറയാതെയുള്ള പ്രയോഗം, ആരാണ് ഫാഇൽ, സബ്ജക്റ്റ്, കർത്താവ് ആരാണെന്ന് പറയാതെയുള്ള പ്രയോഗം, അത് അറബി ഭാഷയിൽ വ്യാപകമായി ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആമിർ, ആരാണ് കൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണ് അത് കൽപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത് ഹദീസ്, അത് സാധാരണ ഹദീസിനുള്ള അതേ ഹുക്കുമ തന്നെ ഈ ഹദീസിനുണ്ട് എന്ന് മനസ്സിലാക്കാം. ശരി, ഉമിറ ബിലാലുൻ, ബിലാൽ കൽപ്പിക്കപ്പെട്ടു. ആരാണ് ബിലാൽ? ബിലാലിനെ കുറിച്ച് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ച 3 സഹാബികളിൽ ഒരാളാണ് ബിലാൽ എന്ന് പറയുന്നത്. ഈ സ്വപ്നം കണ്ടത് ബിലാൽ ആയിരുന്നില്ല, സ്വപ്നം കണ്ടത് വേറൊരാളാണ്, നമ്മൾ ചരിത്രത്തിൽ പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ തിരഞ്ഞെടുക്കാൻ ചില കാര്യമുണ്ടായിരുന്നു. ബിലാലിന് ശബ്ദം വളരെ കൂടുതലായിരുന്നു, നല്ല ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതാണ് ബാങ്ക് വിളിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിലാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലുള്ള 2 ബാങ്ക് വിളിക്കാരുണ്ടായിരുന്നു, 2 മുഅദ്ദിൻമാരുണ്ടായിരുന്നു. അതിലൊരാളാണ് ബിലാൽ. രണ്ടാമത്തെ ആൾ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. ഇനി വരുന്ന ഹദീസിൽ അദ്ദേഹത്തെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. പിന്നീട് മക്കയിലുള്ള അബു മഹ്ദൂറ, ഇതാണ് 3ാമത്തെ ബാങ്ക് വിളിക്കുന്നയാൾ. അപ്പൊ ഈ 3 ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുകൾ, മുഅദ്ദിനി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാങ്ക് വിളിക്കാർ എന്നറിയപ്പെടുന്ന 3 ആളുകൾ ഇവരാണ് എന്ന് കാണാം. ഉമിറ ബിലാൽ, ബിലാൽ കൽപ്പിക്കപ്പെട്ടു അൻ യശ്ഫഅൽ അദാൻ, ബാങ്കിനെ ഷഫ്ആക്കാൻ, ഇരട്ടയാക്കാൻ കൽപ്പിക്കപ്പെട്ടു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഭൂരിഭാഗം അൽഫാലുകളും ഇരട്ടയാണുള്ളത്. എന്നാൽ കുല്ലുഹ, മുഴുവനല്ല, മറിച്ച് ഭൂരിഭാഗം. തുടക്കത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അത് 4 ഉണ്ട്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് 2 ആണ്. അപ്പൊ ഷഫ് അവിടെ ഉണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അത് 2 ആണ്, അവിടെയും ഷഫ് ഉണ്ട്. ഹയ്യാൽ സലാ, അത് 2 ആണ്, അവിടെയും ഷഫ് ഉണ്ട്. ഹയ്യാൽ അൽ ഫലാ, അതും 2 ആണ്, അവിടെയും ഷഫ് ഉണ്ട്. പിന്നീട് അല്ലാഹു അക്ബർ, അവിടെയും ഷഫ് ഉണ്ട്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ഷഫ് ഇല്ല, അവിടെ ഒറ്റയായിട്ടാണുള്ളത്. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭൂരിഭാഗം അൽഫാലുകളും ഭൂരിഭാഗം കലിമത്തുകളും അത് ഇരട്ടയാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തിൽ ഒറ്റയായിട്ടാണുള്ളത്, വിത്തറായിട്ടാണുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹ വത്റുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല വിത്തറാണ്. യുഹിബ്ബുൽ വിത്തർ, അല്ലാഹു ഒറ്റയാക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആനിന്റെ ആളുകളെ നിങ്ങൾ വിത്തർ നിസ്കരിക്കുക, നിങ്ങൾ വിത്തറാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ദീനിൽ ഒരുപാട് ഇബാദത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. തവാഫ് എത്രയാണ് എണ്ണം? ഒറ്റയാണ്, 7 ആണ്, 6 അല്ല 8 അല്ല 7 ആണ്. അതുപോലെ സഈ, അതും 7 ആണ്. അതുപോലെ തന്നെ നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിന്റെ റക്കായത്തുകളുടെ എണ്ണം നോക്കൂ, 17 റക്കായത്താണ്, അവിടെയും ഒറ്റയാണ്. രാത്രിയിൽ നമ്മൾ അവസാനമായി നിസ്കരിക്കാൻ പറഞ്ഞ വിത്തറിന്റെ എണ്ണം എത്രയാണ്? അതും ഒറ്റയാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ സത്യസന്ധത, അതില്ലെങ്കിൽ അതിന്റെ താല്പര്യം നമുക്ക് ദീനിന്റെ പല ഇബാദത്തുകളിലും കാണാൻ സാധിക്കും. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, അങ്ങനെ പലതും ഒറ്റയിൽ അവസാനിക്കുന്ന ഒരുപാട് ഉണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയാക്കാം. ഇന്നല്ലാഹു വിത്റുൻ യുഹിബ്ബുൽ വിത്ർ എന്നുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഇബാദത്തുകളൊക്കെ ഒറ്റയാക്കാം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളാഹു അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത്, ചില ആളുകൾ അവർ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ അത്തർ തേച്ചു കൊടുക്കുമ്പോൾ 1 തവണ തേച്ചു കൊടുത്താൽ പിന്നീട് ഒരു 2 തവണ തേച്ചു കൊടുത്താൽ അവർ പറയും ഒന്നുകൂടി ആക്കിക്കോളൂ, 3 ആക്കിയിട്ട് വിത്തറാക്കിക്കോളൂ എന്ന് പറയും. ഇപ്പൊ അതുപോലെയുള്ള സ്പ്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് 2 അടിച്ച ഒന്നുകൂടി അടിച്ചാൽ അതിനെന്തോ ഒരു കൂലിയുള്ളത് പോലെ ആളുകൾ ചെയ്യാറുണ്ട്. അതുപോലെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈത്തപ്പഴം തിന്നുമ്പോഴുള്ളത്. ഈത്തപ്പഴം പൊതുവേ തിന്നുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, 2 എണ്ണം തിന്നാൽ നമുക്ക് ഏതായാലും ഒറ്റയാക്കിക്കോളൂ എന്നൊരു പറച്ചിലുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അത് ദീനിൽ പ്രത്യേകമായി പറഞ്ഞ സന്ദർഭത്തിലേ ആ സുന്നത്തുള്ളൂ എന്നാണ്. ആ സന്ദർഭം എവിടെയാണ്? നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ, അഥവാ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ അതിന്റെ സുന്നത്ത് എന്താണ്? ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത്. അഥവാ അതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് തമറാത്താണ്, ഈത്തപ്പഴങ്ങളാണ്. 3 മുതൽ എത്രയും ഒറ്റയായിട്ട് കഴിക്കാം. 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7. അത് 7 കഴിച്ചാൽ അതിന് പ്രത്യേകം സുന്നത്ത് അത് വേറെയുമുണ്ട്.
ഒരു ദിവസം 7 ഈത്തപ്പഴം കഴിച്ചതിന് പ്രത്യേകം ഫضل അത് വേറെയുമുണ്ട്. അങ്ങനെ ഒറ്റയാക്കുക എന്നുള്ളതാണ്, അവിടെയാണ് അതുള്ളത്. അതല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത്, അത് കിട്ടുന്ന സമയത്ത് അതിലൊറ്റയാക്കുക എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ബിദ്അത്താണ്. അദ്ദേഹം പറയുന്നു ഫതഅമ്മുദുൽ ഈതാരി ഫീമാ ലം യരിദ് ബിഹി ഈതാറുൻ ഹുവ മിനൽ ബിദ്അ. അഥവാ ദീനിൽ പ്രത്യേകമായി ഒറ്റയാക്കൽ വരാത്തതായ സന്ദർഭത്തിൽ മനഃപൂർവ്വം ഒറ്റയാക്കുക, അതിലൊരു ഇബാദത്ത് പ്രതീക്ഷിക്കുക, അത് ബിദ്അത്താണ് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂലി അതിനുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് അത് ശറഇൽ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ പുതുതായി ഒറ്റയായിട്ട് അവസാനിക്കുന്ന ഇബാദത്തുകളോ ഒന്നും തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതില്ല എന്ന് അദ്ദേഹം ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു അയ്യഷ്ഫൽ അദാൻ, ബാങ്ക് ഇരട്ടയാക്കുക. നമ്മൾ പറഞ്ഞു അതിന്റെ അൽഫാദുകൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഇനി ചില പണ്ഡിതന്മാർ ബാങ്കിന്റെ തുടക്കത്തിൽ, നമ്മൾ പറഞ്ഞു ബാങ്കിന്റെ തുടക്കത്തിൽ 4 അൽഫാദ്, 4 കലിമത്ത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അങ്ങനെ 4 ഉണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ തുടക്കത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, പിന്നീട് നേരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയാണ് ബാങ്കുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഹദീസിൽ പറഞ്ഞ വാക്ക് നേർക്കുനേരെ എടുത്താൽ അങ്ങനെയാണ്, അൻ യഷ്ഫഅൽ അദാൻ, ബാങ്ക് ഇരട്ടയാക്കുക എന്നാണ്. അപ്പൊ അതങ്ങനെ തന്നെ മനസ്സിലാക്കി ബാങ്ക് അങ്ങനെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ ആ സ്വപ്നത്തിൽ കണ്ട ബാങ്കിൽ അതിൽ പറയുന്ന അൽഫാദിൽ തുടക്കത്തിൽ ബാങ്കിന് 4 ഉണ്ട്. അല്ലാഹു അക്ബർ തക്ബീർ 4 ഉണ്ട്. അതുകൊണ്ട് അതാണ് കൂടുതൽ നമ്മുടെ നാളുകളിലൊക്കെ പ്രചരിച്ചിട്ടുള്ളത്. ഇത് രണ്ടും അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞ് നേരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ ബാങ്ക് സഹീഹാണ്, അയാൾ മാറ്റി കൊടുക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെയുള്ള നാട്ടിൽ പ്രചരിച്ചിട്ടില്ലാത്ത സുന്നത്തുകൾ ചെയ്യുന്നതിനെ താക്കീത് ചെയ്യുന്നുണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. നാട്ടിലൊരു സുന്നത്ത് അത് തീരെ പ്രചരിച്ചിട്ടില്ല എങ്കിൽ, അത് നമ്മൾ ചൊല്ലിയാൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തിച്ചാൽ അത് വലിയൊരു ഫിത്നയായി മാറുമെങ്കിൽ അങ്ങനെയുള്ള സുന്നത്ത് ചെയ്യേണ്ടതില്ല എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് അദ്ദേഹം പല സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിൽപ്പെട്ടതാണ് ഖിറാഅത്തുണ്ട് ഖുർആൻ. അത് നമ്മൾ കേൾക്കുന്ന നമ്മുടെ മുസ്ഹഫിൽ ഇല്ലാത്ത രൂപത്തിൽ മറ്റൊരു ഖിറാഅത്തുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രൂപത്തിലും വഹി ഇറങ്ങിയിട്ടുണ്ട്. അത് വേറെ ഖിറാഅത്തിൽ നമ്മൾ ഓതുന്ന ചില രൂപങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഒരൊറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്ന വദ്ദുഹ എന്ന് നമ്മൾ ഓതാറുണ്ട്. അത് വദ്ദുഹേ എന്ന് പറഞ്ഞ ഒരു ഇമാലത്തുള്ള ഒരു ഖിറാഅത്തുണ്ട്. അത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അവർ ആ ഖിറാഅത്താണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ട് എങ്കിൽ അതവർ തെറ്റിയതാണെന്ന് വിചാരിക്കേണ്ടത്. അത് അങ്ങനെയും ഖിറാഅത്തുണ്ട്. അതിൽ പല സ്ഥലത്തും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ദീനിൽ അങ്ങനെ വന്നിട്ടുള്ളതാണ്. പക്ഷെ അത് സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പോയി ഓതിയാൽ ആളുകൾ വലിയ തെറ്റായി ധരിക്കും. എന്താണ് ഇയാൾ ഖുറാനെ കൊണ്ട് കളിക്കുന്നത്, ഖുറാൻ തെറ്റി ഓതുകയാണോ, ഖുറാൻ മനഃപൂർവ്വം ഇങ്ങനെ തെറ്റിക്കുകയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ചെയ്യേണ്ടതില്ല. അങ്ങനെയുള്ള സുന്നത്തുകൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഫിത്നയുണ്ട് എങ്കിൽ അത് മാറ്റി വെക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. വയൂത്തിറൽ ഇഖാമ, പിന്നീട് ഇഖാമത്തിന്റെ കാര്യം പറഞ്ഞു. ഇഖാമത്ത് ഒറ്റയാക്കുക എന്നുള്ളത് അതും മനസ്സിലാക്കേണ്ടത് അതിന്റെ ഗാലിബിലാണ്, അല്ലാതെ എല്ലാത്തിലും അല്ല. ഇഖാമത്തിലും ഇരട്ടയായിട്ടുള്ള ചില വാക്കുകളുണ്ട്. തുടക്കത്തിൽ തക്ബീർ ഇരട്ട തന്നെയാണ്, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ള ഖദ് ഖാമത്തിസ് സലാ അതും ഇരട്ടയാണ്. അതുകൊണ്ട് അതിന്റെ ഗാലിബ് ഒറ്റയാണ് എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു തവണയെ പറയേണ്ടുള്ളൂ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഒരു തവണയേ വേണ്ടൂ. ഹയ്യ അലസ് സലാ ഒന്നു മതി, ഹയ്യ അലൽ ഫലാ ഒന്നു മതി. പക്ഷെ ഖദ് ഖാമത്തിസ് സലാ അത് 2 തവണ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് അല്ലാഹു അക്ബർ അതും 2 തവണയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഒറ്റയാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഗാലിബ് അധികവും ഒറ്റയാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, പിന്നീട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫവായിദുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാം. ഒന്നാമത് ജവാസു ഹൽഫിൽ ഫാഇലി ലിൽ ഇൽമി ബിഹി, കാര്യം പറയുമ്പോൾ ആരാണ് പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമായി അറിയുമെങ്കിൽ ആ പ്രവർത്തിച്ച ആളുടെ പേര് അവിടുന്ന് ഒഴിവാക്കി പറയുക എന്നുള്ളത് അനുവദനീയമാണ്. എന്താണ് ഈ ഹദീസിൽ എവിടെയാണ് ആ ഭാഗമുള്ളത്? ഉമിറ ബിലാൽ എന്ന് പറഞ്ഞു, ബിലാൽ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അത് വളരെ വ്യക്തമാണ്. അള്ളാഹുവിന്റെ റസൂലാണ് ശരീഅത്തിന്റെ വിഷയങ്ങൾ കൽപ്പിക്കാനുള്ളത്. സഹാബത്ത് ദീനിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യം പുതുതായി പറയുകയില്ല. അത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് വളരെ വ്യക്തമാണ്.
അത് ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചത് കാണാം. ഖുലിഖൽ ഇൻസാനു വഖുലിഖൽ ഇൻസാനു ദഈഫ. അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളതാണ്. മനുഷ്യനെ ദുർബലനായിക്കൊണ്ടാണ് അള്ളാഹു പടച്ചത് എന്ന്. ആര് പടച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. അള്ളാഹു ഖുർആനിലുടനീളം മനുഷ്യനെ പടച്ചത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്ന സമയത്ത് അത് ഒഴിവാക്കി പറയാം. പിന്നീട് രണ്ടാമത്തെ ഫായിദ അന്നൽ അദാന ശഫ്ഉൻ വ അന്നൽ ഇഖാമത വിത്റുൻ വഹാദാ ബിഇഅ്തിബാരിൽ അഗ്ലബ്. ബാങ്ക് ഇരട്ടയാണ്, ഇഖാമത്ത് ഒറ്റയാണ്. അത് അതിന്റെ ഭൂരിഭാഗം പരിഗണിച്ചുകൊണ്ടാണ്. അതല്ല എങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയും ഇരട്ടയുമായ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും വ്യത്യാസം അൽഫാദിൽ. ബാങ്കിന് 15 കലിമത്തുകളുണ്ട്, ഇഖാമത്തിന് 11 ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ബാങ്കിന് അത് കൂടുതലുള്ള ദൂരെയുള്ള ആളുകളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇരട്ടിയാക്കി പറയുന്നുണ്ട്. ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇരട്ടിയാക്കി പറയുന്നുണ്ട്. ഇഖാമത്ത് എന്ന് പറയുന്നത് ശറഅാക്കിയിട്ട് അത് മസ്ജിദിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. മസ്ജിദിലുള്ള ആളുകൾക്ക് ഖദ് ഖാമത്തിസ് സലാ, നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, നിസ്കാരം തുടങ്ങാൻ പോകുകയാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അൽഫാദുകൾ ഒന്നാണ് കൂടുതലും ഉള്ളത് എന്ന് ഒരു ഫായിദയായി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ബാങ്കിനെയും അതുപോലെ തന്നെ ഇഖാമത്തിനെയും രണ്ടിനെയും അറബിയിൽ അദാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ശറഇൽ അദാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബാങ്കിനും അദാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ഇഖാമത്തിനും അദാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. ഓരോ ഈ 2 ബാങ്കിനിടയിലും നിസ്കാരമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കും ഇഖാമത്തുമാണ്. അതുകൊണ്ട് ഏതൊരു ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇഖാമത്തിന് മുന്നേ ആയി നമുക്കൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അത് അസറിന് മുമ്പായാലും അസർ ബാങ്ക് കൊടുത്തതിന് ശേഷമായാലും മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമായാലും ഇശാ ബാങ്ക് കൊടുത്തതിന് ശേഷമായാലും. യഥാർത്ഥത്തിൽ ഈ 3 നിസ്കാരങ്ങൾക്കും മുമ്പ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളില്ല. അസറിനില്ല, മഗ്രിബിനില്ല, ഇശായിനില്ല. എന്നാൽ ഒരാൾ ഈ 2 റക്അത്തുകൾ ഈ 3 നിസ്കാരത്തിന്റെ മുമ്പ് നിസ്കരിക്കാം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. ഓരോ ഈ 2 ബാങ്കുകൾക്കിടയിലും നിസ്കാരമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇഖാമത്താണ്. അത് മിൻ ബാബി തഗ്ലീബ് എന്ന് പറയും. സൂര്യനും ചന്ദ്രനെയും കൂടി ഖമറാൻ എന്ന് പറയുന്നത് പോലെ, ഉപ്പയെയും ഉമ്മയും കൂട്ടിയിട്ട് വാലിദാൻ എന്ന് പറയുന്നത് പോലെ, ബാങ്കും ഇഖാമത്തും കൂട്ടിയിട്ട് അദാനാൻ എന്ന് രണ്ടിനെയും കുറിച്ച് പറയാറുണ്ട്. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഫായിദകൾ. ഇനി അടുത്ത ഹദീസ് വായിക്കാം. അൻ അബി ജുഹൈഫ വഹ്ബ് ബിൻ അബ്ദുല്ലാ അസ്സുവായി റളിയല്ലാഹു അൻഹു ഖാല أتيت النبي صلى الله عليه وسلم وهو في قبة له حمراء من أدم قال فخرج بلال بوضوء فمن ناضح ونائل قال فخرج النبي صلى الله عليه وسلم عليه حلة حمراء كأني أنظر إلى بياض ساقيه قال فتوضأ وأذن بلال قال فجعلت أتتبع فاه ها هنا وها هنا يقول يمينا وشمالا يقول حيال الصلاة حيال الفلاح قال ثم ركزت له عنزة فتقدم فصلى الظهر ركعتين صلى العصر ركعتين ثم لم يزل يصلي ركعتين حتى رجع إلى المدينة. ഈ ഹദീസിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കൂടുതലും ബാങ്ക് അല്ലാത്തതുമായി ബന്ധപ്പെട്ട അവിടെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തൊരു കാര്യവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലുള്ള സന്ദർഭത്തിൽ ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബിലാൽ ബാങ്ക് കൊടുത്ത ഒരു സന്ദർഭമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട യാത്രയാണിത്. ഇവിടെ പറയുന്നുണ്ട് അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഈ സഹാബി അബു ജുഹൈഫ അദ്ദേഹം പറയുന്നുണ്ട് അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു, അവിടെ ഞാൻ എത്തി. അത് പണ്ഡിതന്മാർ പറയുന്നത് മക്കയിലുള്ള അബ്തഹ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് എന്നാണ്. അഥവാ അവിടുന്ന് ഹജ്ജത്തുൽ വദാഇന് ശേഷം മിനയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ഒരു സ്ഥലത്ത് വന്നിട്ട്, അഥവാ തവാഫും സഈയൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് 4 ദിവസം താമസിച്ചിരുന്നു എന്നാണ്. ആ 4 ദിവസത്തിനിടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഈ ഹദീസിലുള്ളത്. യാത്രക്കാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഒരു സമയത്ത് സംഭവിച്ചതാണ്. അഥവാ മക്കയിലുള്ള അബ്തഹ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് വഹുവ ഫീ ഖുബ്ബത്തിൻ ലഹു ഹംറാ മിൻ അദം. അവിടുന്ന് ഒരു ഖുബ്ബയിലാണ്, ഒരു ടെന്റിലാണ് ഉണ്ടായിരുന്നത്.
അദ്ദേഹം ആ ഹദീസിന്റെ സഹാബത്തിന്റെ ഹദീസ് റിവായത്ത് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളൊക്കെ, അഥവാ അദ്ദേഹം അത്രയും അത് കൃത്യമായി ഗ്രഹിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും അത് ഡീറ്റെയിലായി അവർ ഹദീസിൽ കൊണ്ടുവരാറുണ്ട്. ആ ഹദീസ് അത്രയും സൂക്ഷ്മമായിട്ടാണ് റിവായത്ത് ചെയ്തത് എന്നതാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അത് പരിഗണിക്കപ്പെടുക. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു വഹുവ ഫീ ഖുബ്ബത്തിൻ ലഹു ഹംറാ മിൻ അദം. ഒരു ഖുബ്ബയിലാണ് ഉണ്ടായിരുന്നത്, ഒരു ടെന്റിലാണ് ഉണ്ടായിരുന്നത്. ലഹു ഹംറാ മിൻ അദം. അദം എന്ന് പറഞ്ഞാൽ തോലാണ്. നമ്മൾ സാധാരണ മൃഗങ്ങളുടെ തോല് ഊറക്കിട്ടതിന് ശേഷം അത് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ചുവന്ന നിറത്തിലുള്ളൊരു തോലാണ് ആ ടെന്റ് കെട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. ലെതറിന്റെ ഒരു ടെന്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ കളർ പറഞ്ഞിട്ടുണ്ട് വഹുവ ഫീ ഖുബ്ബത്തിൻ ഹംറാ, ചുവപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായൊരു ചുവപ്പാണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അത് ഭാഷാപരമായ ഒരു പ്രയോഗമാണ്. അത് പൂർണ്ണമായ ചുവപ്പായിക്കൊള്ളണം എന്നില്ല. നമ്മളിപ്പോൾ പൊതുവെ വീടിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഒരു വീടിന്റെ 90% വെള്ള പെയിന്റ് ആണ്, പക്ഷെ മുമ്പിൽ എവിടെയെങ്കിലൊക്കെ ഒരു ബോർഡറിൽ പച്ചയോ ചുവപ്പോ കൊണ്ട് ആളുകൾ ചിലപ്പോൾ ആ പച്ച കളർ വീട് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് പല തരത്തിലുള്ള മറ്റു കളറുകളും ഉണ്ടായേക്കാം, പൂർണ്ണമായ ചുവപ്പല്ല എന്ന് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മിൻ അദം അഥവാ മിൻ ജുലൂദ്, മൃഗങ്ങളുടെ തോല്, സ്കിൻ, അതിൽ നിന്നാണ് ഈ ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഫഖറജ ബിലാലുൻ ബിവളൂഇൻ. ബിലാൽ വളൂ കൊണ്ട് പുറത്തേക്ക് വന്നു. എന്താണ് വളൂ എന്ന് പറഞ്ഞാൽ? വളൂഉമുണ്ട് വുളൂഉമുണ്ട്. വുളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മൾ വുളൂ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അനക്കങ്ങൾ, വെള്ളം എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൈകൾ അനക്കുന്നു, വായിലേക്ക് വെള്ളം കയറ്റുന്നു, അത് തുപ്പുന്നു, ഇങ്ങനെയുള്ള ഈ പ്രവൃത്തികൾക്കാണ് വുളൂ ലമ്മിട്ടുകൊണ്ട് പറയുന്നത് വുളൂ. എന്നാൽ വളൂ എന്ന് പറഞ്ഞാൽ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് വളു എന്ന് പറയുക. വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, ഒരാളൊരു പാത്രത്തിൽ ഒരു വെള്ളം കൊണ്ടുവന്നു, അത് വുളു എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ ആ വെള്ളത്തിന് നമ്മൾ വളൂഉൻ എന്നാണ് പറയുക. നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയെ വുളൂഉൻ എന്ന് പറയും. അതുപോലെ തന്നെ തുഹൂറുൻ, തഹൂറുമുണ്ട്. തഹൂർ എന്ന് പറയുന്നത് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിനാണ്. തുഹൂർ എന്ന് പറഞ്ഞാൽ ആ ശുദ്ധി എന്ന് പറയുന്ന പ്രവൃത്തി, അതിനാണ് അങ്ങനെ പറയാറുള്ളത്. ശരി, ഇവിടെ ഫഖറജ ബിലാലുൻ ബിവളു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത വെള്ളം, അതിൽ നിന്ന് ബാക്കിയായിട്ടുള്ള വെള്ളവുമായിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നത്. ടെന്റിന് പുറത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ടോ ഫമിൻ നാദിഹിൻ വനാഇൽ, ഹദീസിൽ കാണാം ഫമിൻ നാദിഹിൻ വനാഇൽ. ഈ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് സഹാബത്ത് അവിടെ ചുറ്റുമുണ്ട്. ആ വെള്ളത്തിൽ നിന്നും ഒരുപാട് വെള്ളം, ബാക്കി വെള്ളം, അത് ഒരുപാട് വെള്ളം കരസ്ഥമാക്കിയവരും കുറച്ച് കരസ്ഥമാക്കിയ ആളുകളും സഹാബത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അഥവാ മറ്റു ചില റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും, സഹാബത്തിൽ ചിലർ ആ വെള്ളത്തിൽ നിന്നും എടുത്ത് അവരുടെ മുഖത്തും മറ്റുമൊക്കെ പുരട്ടി. വേറെ ചില ആളുകൾക്ക് ആ പാത്രത്തിൽ നിന്നും കിട്ടിയില്ല. അപ്പോൾ നേരത്തെ പുരട്ടിയ സഹാബത്തിന്റെ കയ്യിൽ നിന്നുമുള്ള വെള്ളം എടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ അതെടുത്ത് അവരുടെ ശരീരത്തിൽ പുരട്ടി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വെള്ളത്തിന്, വുളൂവിന് ഉപയോഗിച്ച വെള്ളത്തിന് ബറക്കത്തുണ്ട്. അതിൽ നിന്നും തബറുക്ക് എടുക്കുകയായിരുന്നു, ബറക്കത്ത് എടുക്കുകയായിരുന്നു സഹാബത്ത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്ത് കൊണ്ട്, അവിടുത്തെ ശരീരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് തബറുക്ക്, ബറക്കത്ത് എടുക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്. അവിടുത്തെ വേർപ്പിന് പോലും ബറക്കത്തുണ്ട്, അവിടുത്തെ മുടിക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരത്തിന് ബറക്കത്തുണ്ട്, അവിടുത്തെ കൈകൾക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ബറക്കത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു എടുത്ത ബാക്കി വെള്ളം അത് ശരീരത്തിൽ പുരട്ടിയാൽ അതുകൊണ്ട് ബറക്കത്തുണ്ടാകും എന്നതിന് വേണ്ടിയിട്ടാണ്, ആ ബറക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ വെള്ളം എടുത്തത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം, അത് അവിടുന്ന് ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ആ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം തല മുണ്ടനം ചെയ്ത സമയത്ത് സഹാബത്തിൽ പലരും ആ മുടി കരസ്ഥമാക്കിയിരുന്നു എന്നാണ്. ആ മുടി അവർ കരസ്ഥമാക്കിയിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുശേഷിപ്പുകളും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അതില്ലാതായിട്ടുണ്ട്.
കാരണം അന്ന് കിട്ടിയിട്ടുള്ള സഹാബത്തും ശേഷം കിട്ടിയിട്ടുള്ള താബിഈങ്ങളും അതിനുശേഷം താബിഈങ്ങളും അതിനുശേഷമുള്ള പല ഇമാമിങ്ങൾക്കും വരെ ഒക്കെ അത് കിട്ടിയിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുള്ളയിൽ നിന്നും സ്ഥിരപ്പെട്ടതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുടി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അത് വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ എന്റെ കണ്ണിന്റെ ഭാഗത്ത് അത് വെക്കണം, കാരണം അതിൽ ബറക്കത്തുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നീട് അത് എവിടെയും ഉണ്ടായിട്ടില്ല. അതെല്ലാം സഹാബത്ത് പലതും അവരുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രങ്ങൾ അത് പല സഹാബത്തും താബിഈങ്ങളും ഒക്കെ അവരുടെ കഫൻ പുടവയായിട്ട് മരണപ്പെട്ട് കുളിപ്പിച്ചതിന് ശേഷം കഫൻ പുടവയായിട്ട് സ്വീകരിക്കണമെന്നെല്ലാം പറഞ്ഞ് അത് അവരങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അതൊന്നും തന്നെ ബാക്കിയുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കാലഘട്ടത്തിൽ ആളുകൾ പലതും എടുത്തു കൊണ്ടുവരുന്നത് കേവലം ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രമാണ്. വെറും ഏതാനും നൂറ്റാണ്ടുകളോ മറ്റോ പഴക്കമുള്ള അല്ലെങ്കിൽ അതിനേക്കാളും പഴക്കം കുറഞ്ഞ വസ്തുക്കൾ എടുത്തു കൊണ്ടുവരികയും അത് കച്ചവടമാക്കുകയും അങ്ങനെ ബറക്കത്തിന്റെ പേര് പറഞ്ഞ് ആളുകളിൽ നിന്നും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരുപാട് കൊള്ളക്കാരായ മുസ്ലിയാക്കന്മാരെന്നുണ്ട്. അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ അത് ചെയ്യുന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലില്ലാത്ത കാര്യമാണ് അവർ ആരോപിക്കുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. എന്നാൽ ഇത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവിടുത്തെ വുളൂവിന്റെ ബാക്കി വെള്ളം അതിനുവേണ്ടി അത് അവർ എടുക്കുകയുണ്ടായി. ഫമിൻ നാദിഹിൻ വനാഇൽ, ധാരാളം കിട്ടിയ ആളുകളും ഉണ്ടായിരുന്നു, കുറച്ച് കിട്ടിയ ആളുകളും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കഅന്നി അൻദുറു ഇലാ ബയാദി സാഖൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വെളുത്ത കണങ്കാൽ ഇങ്ങനെ നോക്കുന്നത് പോലെയുണ്ട്. അഥവാ ഈ റിവായത്ത് ചെയ്യുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സമയത്ത് ഈ സഹാബി താബിഈക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മറ്റൊരു സഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, അതിപ്പോഴും ഞാനിങ്ങനെ എൻ്റെ കൺമുന്നിൽ കാണുന്നത് പോലെയുണ്ട്. കഅന്നി അൻദുറു ഇലാ ബയാദി സാഖൈഹി, അവിടുത്തെ കണങ്കാലിന്റെ വെളുപ്പ് ഞാനിപ്പോൾ കാണുന്നത് പോലെയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫതവല്ലഅ വഅദ്ദന ബിലാലുൻ, പിന്നീട് അവിടുന്ന് വുളു എടുത്തു, വഅദ്ദന ബിലാലുൻ, ബാങ്ക് കൊടുത്തു എന്നാണ്. എന്നാൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ ഇതൊന്നുകൂടി വ്യക്തമായിട്ട് കൊടുത്തതായി കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ ഇത് ആദ്യമാണ് വുളു എടുത്തത് എന്നാണ്. ഇവിടെ സഹാബി പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ളതാണ്. കാരണം വുളു എടുത്ത വെള്ളം വന്നു കഴിഞ്ഞു, അതിനുശേഷമാണ് അദ്ദേഹം ഫതവല്ലഅ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ വുളു എടുത്തിട്ടുണ്ട്, അതിനുശേഷമാണ് ബിലാൽ വുളു എടുത്ത വെള്ളവുമായി വരുന്നത്. വഅദ്ദന ബിലാൽ, പിന്നീട് ബിലാൽ ബാങ്ക് കൊടുക്കുകയും ചെയ്തു. അതാണ് ഈ ഹദീസിലെ ഷാഹിദായിട്ടുള്ളത്. ബിലാൽ ബാങ്ക് കൊടുത്തു അഥവാ യാത്രയിൽ ബാങ്ക് കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഒരു ഷാഹിദായിട്ട് നമ്മൾ ഈ ഹദീസിലെ അധ്യായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതാണ്. ഫഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഹുല്ലത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹുല്ലത്ത് ധരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ അത് അൽ ഹുല്ലത്തു അൽ കിസാഉ മിൻ സൗബൈനി ഫഅക്സർ, രണ്ടോ അതിലധികമോ വസ്ത്രങ്ങൾ ഉള്ളതിനാണ് ഹുല്ലത്ത് എന്ന് പറയുന്നത്. അഥവാ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ ധരിച്ചിരുന്ന വസ്ത്രം ഒരു മുണ്ടും, നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ മുണ്ടും അതുപോലെ ഒരു മേൽമുണ്ടുമാണ്. നമ്മൾ ഇടുന്നത് പോലത്തെ ഷർട്ടുകൾ അന്ന് അധികവും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ നീളക്കുപ്പായം ഇട്ടു എന്ന് കാണാം, ജുബയും ഖമീസും ഒക്കെ ഇട്ടെന്ന് കാണാം, അല്ലെങ്കിൽ താഴെ ഉടുക്കുന്ന ഒരു റിദാ, അതുപോലെ തന്നെ ഒരു ഇസാർ, അതുപോലെ തന്നെ മേൽമുണ്ടായിട്ട് റിദാ, ഈ രൂപത്തിൽ ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും. അന്ന് അതാണ് ആ ആളുകൾ നാട്ടുകാർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ചു, യാത്രയിൽ അതായിരുന്നു ഉപയോഗിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട് അലൈഹി ഹുല്ലത്തുൻ ഹംറാ, ചുവപ്പ് നിറമുള്ള എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് പൂർണ്ണമായ ചുവപ്പല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖാതമിദ് ദഹബി വഅൻ ലുബ്സിൽ ഹംറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്നതും അതുപോലെ ചുവപ്പ് വസ്ത്രം ധരിക്കുന്നതും എന്നോട് വിരോധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൊണ്ടും ബന്ധിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ധരിച്ചിട്ടുള്ള ഹുല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ ചുവപ്പല്ല, മറിച്ച് അതിൽ പല കലർപ്പുകളുമുണ്ട്. അത് നമ്മൾ ഇന്നും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ അറബികൾ ഇടുന്ന തട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന് ഷിമാഗ് എന്ന് പറയും. ആ ഷിമാഗ് നമ്മൾ പറയും, നമ്മൾ ചുവപ്പ് ഷിമാഗാണ് ഇട്ടത് എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി ചുവപ്പാണോ? അല്ല. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്, വെള്ളയല്ല മറിച്ച് ചുവപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. ആ ചുവപ്പിൽ യഥാർത്ഥത്തിൽ എത്രയാണോ ചുവപ്പുള്ള അത്രയും വെള്ളം ഇതിലുണ്ട്. ആ ചുവപ്പല്ലാത്ത ഭാഗത്തൊക്കെ വെള്ളയാണ്. അപ്പോൾ പക്ഷെ നമ്മൾ പറയാറുണ്ട് എന്താണ്, ആ ചുവപ്പ് തട്ടം എന്ന് പറയാറുണ്ട്, ചുവപ്പ് തട്ടം എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അത് കൊണ്ടാണ് അത് അറിയപ്പെടുന്നത്, കാണുമ്പോൾ അത് ചുവപ്പ് പോലെയാണ്. അപ്പോൾ അത് അനുവദനീയമാണ്. അങ്ങനെയുള്ള ഒരാളെടുത്തൊരു ചുവപ്പ് വസ്ത്രമുണ്ട്, അതിലേതെങ്കിലും രൂപത്തിലുള്ള ലൈൻസോ
അല്ലെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിലുള്ള അതിന്റെ ഷെയ്ഡ് മാറ്റങ്ങളോ ഉണ്ട് എങ്കിൽ ആ ചുവപ്പ് അനുവദനീയമാണ്. അതല്ലാത്ത പൂർണ്ണമായിട്ടുള്ള ചുവപ്പ് അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതായി. അതല്ലാതെ ആ ചുവപ്പിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അതിന്റെ ഷെയ്ഡ് കളർ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല വരകളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈനുകളോ അതിന് മുകളിലുണ്ട് എങ്കിൽ ആ ചുവപ്പ് അനുവദിക്കപ്പെടും. അതല്ലാത്ത ചുവപ്പ് അതാണ് വിരോധിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ബിലാലുൻ, അങ്ങനെ ബിലാൽ ബാങ്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫജഅൽതു അതതബ്ബഉ ഫാഹു ഹാഹുന വഹാഹുന, ഞാൻ ബിലാലിന്റെ വാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. അഥവാ യഖൂലു യമീനൻ വശിമാലൻ, വലത്തും ഇടത്തും. ആ യമീനൻ വശിമാലൻ ആ സമയത്ത് ബിലാൽ ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽ ഫലാഹ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹയ്യാൽ അസ്സലാ എന്ന് പറയുമ്പോൾ അത് വലതുഭാഗത്തേക്ക് തിരിക്കും, ഹയ്യാൽ അൽ ഫലാ എന്ന് പറയുന്ന സമയത്ത് അത് ഇടതുഭാഗത്തേക്ക് തിരിക്കും. അങ്ങനെ ബിലാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ബാങ്ക് കൊടുക്കുന്നതിന് ഞാൻ പിന്തുടരുന്നുണ്ടായിരുന്നു, അഥവാ ഞാൻ അതങ്ങനെ കൃത്യമായി വീക്ഷിച്ചു എന്നാണ് ഈ സഹാബി പറഞ്ഞു തരുന്നത്. അഥവാ അബൂ ജുഹൈഫ അത് പറഞ്ഞു തരികയാണ്. ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽ ഫലാ. എന്താണ് ഹയ്യാൽ അസ്സലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹയ്യ അല സല എന്ന് പറഞ്ഞാൽ, ഹയ്യ എന്നതിന്റെ മഅന എന്ന് പറഞ്ഞാൽ അഖ്ബിൽ എന്നാണ്, മുന്നിടുക. അഥവാ നിസ്കാരത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. ഹയ്യ എന്ന പദത്തിന്റെ അർത്ഥം അതാണ്. ഹയ്യ അല സല, നിസ്കാരത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക എന്നാണ് പറയുക. ആ വാക്ക് യഥാർത്ഥത്തിൽ ഒരു അറബി ഭാഷയിലെ കൽപ്പനക്രിയ അല്ലെങ്കിലും കൽപ്പനക്രിയയുടെ അർത്ഥമാണ് കിട്ടുക. അതിന് അറബി ഭാഷയിൽ ഇസ്മു ഫിയൽ എന്നാണ് അതിനെ പറയുക. ഇസ്മു ഫിയൽ അംർ എന്നാണ് ആ വാക്കിന് പറയുക. ഹയ്യ അല സല എന്നുള്ളത് അത് ഒരാൾക്കും ഒരുപാട് ആളുകൾക്കൊക്കെ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ഹയ്യ അല സല, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരിക എന്നുള്ളത്. അതിനുശേഷം ഹയ്യ അലൽ ഫലാഹ്, ഫലാഹിലേക്ക് വിജയത്തിലേക്ക് വരിക, അഥവാ അഖ്ബിലു ഇലൈഹി, ആ വിജയത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക എന്നാണ്. ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഫീ ദിക്രിൽ ഫലാഹി ബഅദ സ്വലാഹ്, നിസ്കാരത്തിന് ശേഷം വിജയം ഉണ്ട് എന്നുള്ള പരാമർശിച്ചത് ദലീലുൻ അല അന്ന സ്വലാത്ത മിനൽ ഫലാഹി ഔ സബബുൻ ലിൽ ഫലാഹ്, അതിൽ തെളിവുണ്ട് നിസ്കാരമാണ് വിജയത്തിന്റെ മാർഗം എന്നുള്ളത്, അല്ലെങ്കിൽ വിജയത്തിന് കാരണമാകുന്നത് നിസ്കാരമാണ് എന്നതിൽ അതിൽ തെളിവുണ്ട് എന്നാണ്. സുമ്മ റുക്കിസത് ലഹു അനസ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു കുന്തം അവിടെ നാട്ടപ്പെട്ടു. അത് വുളു എടുത്തു തയ്യാറായി, അടുത്തതിന് നിസ്കരിക്കാൻ പോകുകയാണ്. ആ സഹാബി അതുപോലെ അത് റിവായത്ത് ചെയ്യുകയാണ്. സുമ്മ റുക്കിസത് ലഹു അനസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു കുന്തം അവിടെ തയ്യാറാക്കി. അനസ എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിലുള്ള കുന്തമല്ല. അനസ എന്ന് പറഞ്ഞാൽ മോൾ ഭാഗം താഴെ ഭാഗത്തെക്കാളും വലിപ്പമുള്ള രൂപത്തിലുള്ള ഒരു കുന്തത്തിനാണ് അനസ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അലാഹ അക്ബറു മിൻ അസ്ഫലിഹ, അതിന്റെ മുകൾ ഭാഗം താഴേതിനേക്കാളും വലുതാണ്. അങ്ങനെയുള്ള ഒരു കുന്തം അവിടെ നാട്ടി സുത്രയാക്കിക്കൊണ്ട് അവിടുന്ന് നാട്ടിയിട്ടാണ് നിസ്കരിച്ചത്. ഫതഖദ്ദമ ഫസല്ല ളുഹ്റ റകഅതൈൻ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് നീ അവിടുന്നാണ് ഇമാം, എന്നിട്ട് ളുഹർ 2 റക്അത്ത് നിസ്കരിച്ചു. നാം പറഞ്ഞു യാത്രയിലായിരുന്നു. സുമ്മ ലം യസൽ യുസല്ലി റകഅതൈനി ഹത്താ റജഅ ഇലൽ മദീന, പിന്നീട് മദീനയിലേക്ക് തിരിച്ചെത്തുവോളം, അഥവാ യാത്രയിലുടനീളം അവിടുന്ന് 2 റക്അത്താണ് നിസ്കരിച്ചത്. അത് ഉദ്ദേശിക്കുന്നത് ളുഹറും അസ്റും ഇശാവും ഒക്കെ 2 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് കാണാൻ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ദുൽഹിജ്ജയുടെ 14 രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഒക്കെ തിരിച്ചെത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്നുള്ള ചില ഫായിദകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. ഒന്നാമതായി അദ്ദേഹം പറയുന്നു, ഇസ്തിഅമാലുൽ വിഖായത്തി മിനൽ ഹർരി വനഹ്വിഹി, ചൂട് അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിന്നും നമ്മൾ വിഖായത്ത് സുരക്ഷ സ്വീകരിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ തെളിവുണ്ട്. എവിടെയാണ് തെളിവ്? ദലീലു ദാലിക ഇത്തിഖാദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഖുബ്ബയിലാണ് ഇരുന്നത്, ടെന്റ് കെട്ടിയിട്ടാണ് ഇരുന്നത്. ഹജ്ജിന്റെ യാത്രയല്ലേ, അപ്പൊ കുറച്ച് വെയിൽ കൊള്ളാം, കുറച്ച് വെയിൽ കൊണ്ടാൽ അതിന് കൂലി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് അവിടെ വെയിലത്തിരുന്നിട്ടില്ല, മറിച്ച് ടെന്റ് കെട്ടിയിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് അതുപോലെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആ പ്രയാസം ഇല്ലാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ തവക്കുലിനെതിരല്ല, അള്ളാഹുവിൽ പൂർണ്ണമായി വരമേൽപ്പിക്കുന്നതിന് ഒരിക്കലും തന്നെ എതിരല്ല. ഒരിക്കലും ഒരു വ്യക്തി നേർച്ചയാക്കിക്കൊണ്ട് ഇങ്ങനെ വെയിലത്തിരിക്കാൻ നേർച്ചയാക്കിക്കൊണ്ട് നോമ്പെടുത്ത അയാൾ അങ്ങനെ വെയിലത്തിരിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഗനിയുൻ അൻ ഹാദൽ ഫിഅൽ, നീ ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു പരാശ്രയമുക്തനാണ്, അള്ളാഹു നീ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല,
നീ ഇങ്ങനെ ഒരുപാട് നിന്റെ ശരീരത്തിനെ വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹു തആലക്കില്ല. നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കൊള്ളൂ, നീ തണൽ സ്വീകരിച്ചുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സബബുകൾ സ്വീകരിക്കുക എന്നുള്ളത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരാതിരിക്കാൻ അതിനൊരു മാർഗം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ തവക്കുലിനെതിരല്ല. അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചാൽ അള്ളാഹുവിൽ പൂർണ്ണമായി ബരമേൽപ്പിക്കാത്ത ആളുകൾ നമ്മൾ പെടുമോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ മുത്തഖീനാണ്, മുത്തഖീങ്ങളുടെ നേതാവാണ്. അതുപോലെ ഇമാമുൽ മുതവക്കിലീനാണ്, ബരമേൽപ്പിക്കുന്ന ആളുകളുടെ നേതാവാണ്. എന്നിട്ടും അവിടുന്ന് ഈ രൂപത്തിലുള്ള സബബുകൾ സ്വീകരിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ അവിടുന്ന് പടയങ്കി അണിയുമായിരുന്നു. എത്രത്തോളം ഉഹുദ് യുദ്ധത്തിൽ അവിടുന്ന് 2 പടയങ്കി അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ശത്രുക്കൾ വരുമ്പോൾ ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞ് സബബുകൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് അതല്ല ശരി. മറിച്ച് സബബുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് ദീനുൽ ഇസ്ലാമിലുള്ള തവക്കുലിൻ എതിരല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിൽ നിന്നും അദ്ദേഹം പറയുകയാണ്, ഫത്തിഖാദുൽ അസ്ബാബി ലാ യുനാഫി അത്തവക്കുൽ, സബബുകളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തവക്കുലിനെതിരല്ല. വയതഫറഉ അലാ ഹാദാ തഫ്രീഉൻ ആഖർ, ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണത്? അന്നൽ അസ്ബാബ മുഅസ്സിറത്തുൻ ഫിൽ വിഖായത്തി മിനശ് ശുറൂരി വഫി ജൽബിൽ ഖൈറാത്ത്, നന്മകൾ നമുക്ക് നേടിയെടുക്കുന്നതിനും തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നതിനും വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കും, സബബുകൾ സ്വീകരിക്കും. അത് മുഅസ്സിറത്താണ്, അതിന് സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഈ വിഷയത്തിൽ തെറ്റിപ്പോയ ആളുകളുണ്ട്. അത് 2 വിഭാഗം തെറ്റിപ്പോയതാണ്. ഒന്നാണ് അതിന്റെ ശരിയായ മാർഗം. അതിൽ അദ്ദേഹം പറയുന്നത്, അഥവാ സബബുകൾക്ക് സ്വന്തമായി സബബുകൾക്ക് ഒരു തഅസീർ ഉണ്ടാകുമോ, സബബുകൾക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ എന്നുള്ള വിഷയത്തിൽ അതിൽ ഒന്നാമത്തെ വിഭാഗം അവർ പിഴച്ചുപോയ ആളുകളാണ്. അവർ വിശ്വസിക്കുന്നത് സബബുകൾക്ക് സ്വന്തം നിലക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. സബബുകൾക്ക് സ്വന്തം നിലക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് ഭൗതികവാദികളാണ്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ആരെങ്കിലും ഒരാൾ നമ്മളെ ഇപ്പോൾ ഈ രൂപത്തിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പടച്ചട്ട ഇട്ടാൽ പിന്നീട് നമുക്കൊന്നും സംഭവിക്കുകയില്ല. ഇതിനെ നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അത് അവരൊരു അള്ളാഹുലേക്ക് അവർ തവക്കുലാക്കുന്നില്ല. അള്ളാഹുവാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത് എന്നവർ മനസ്സിലാക്കുന്നില്ല. മറിച്ച് പൂർണ്ണമായി ഈ ഒരു വസ്തുവിന് പൂർണ്ണമായി നമുക്കൊരു സബബായിട്ട് ഇത് മാറും, ഇതിന് സ്വന്തം നിലക്ക് അതിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കുഫാറുകളാണ് അത് കൂടുതലായി അങ്ങനെ വിശ്വസിക്കുക. അത് തെറ്റായ രൂപത്തിലുള്ളതാണ്. രണ്ടാമത്തത് ഇതിന് നേരെ വിപരീതമാണ്. അവർ പറയുന്നത് ഈ സബബിന് യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല, എല്ലാം അള്ളാഹു ചെയ്യുന്നതാണ്. ശരിയാണ്, അള്ളാഹുവാണ് ചെയ്യുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സബബുകൾക്ക് സ്വാധീനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരത് നിഷേധിക്കും. ആ നിഷേധിച്ച് അവരെത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ, അവരിൽ ഒരാൾ പറയും, നമ്മൾ ഒരു തീ വന്നിട്ട് നമ്മുടെ വീടിനെ കത്തിച്ചാൽ, തീ വീടിനെ കത്തിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഷിർക്കാകുമെന്നാണ്. ഷിർക്കാകും. അവർ പറയും, ഒരു കല്ല് വന്ന് നമ്മുടെ വീട്ടിന്റെ ഗ്ലാസിന് വീണു, ആ ഗ്ലാസ് പൊളിഞ്ഞാൽ കല്ല് ഗ്ലാസിനെ പൊളിച്ചു എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാകും എന്നാണ് അവർ പറയുക. മറിച്ച് അള്ളാഹുവാണ് ചെയ്തത് എന്ന് പറയണമെന്ന് പറയും. അത് ശരിയല്ല. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു വിശപ്പ് മാറി എന്ന് നമ്മൾ പറഞ്ഞാൽ, ഡോക്ടറെ അടുത്ത് പോയി രോഗം മാറി എന്ന് നമ്മൾ പറഞ്ഞാൽ, അത് അഥവാ അയാൾ ഉദ്ദേശിക്കുന്നത് ആ സബബ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായി ഷിർക്കായി എന്ന് പറയും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അതൊരിക്കലും ശരിയല്ല. കാരണം തീയാണ് ഇത് കത്തിച്ചത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ആർക്കും അറിയാം തീ കത്തിയത് കൊണ്ടാണ് അത് കത്തല ഏറ്റത് എന്ന് എല്ലാവർക്കും അറിയാം എന്നത് അത് ആ രൂപത്തിൽ മനസ്സിലാക്കണം. എന്നാൽ യഥാർത്ഥത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ പറയേണ്ടത്, ഈ തീക്ക് കത്തിക്കാനുള്ള സ്വാധീനമുണ്ട്, പക്ഷെ അതിന് കഴിവ് കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു കഴിവ് കൊടുക്കുകയും അള്ളാഹു അത് ഉദ്ദേശിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഈ തീ ഇന്ന വസ്തുവിനെ കത്തിച്ചത് എന്നാണ്. അതല്ലാതെ തീക്ക് ഒരു സ്വാധീനമില്ല എന്ന് പറയുന്നതും തെറ്റാണ്, അല്ലെങ്കിൽ തീക്ക് സ്വന്തം നിലക്ക് സ്വാധീനമുണ്ട് എന്ന് പറയുന്നതും തെറ്റാണ്. മറിച്ച് ഈ തീയെ പടച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഖുദ്റത്തും അള്ളാഹുവിന്റെ അനുമതിയും കഴിഞ്ഞതിന് ശേഷം അത് സംഭവിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിക്കാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അള്ളാഹു തീയോട് പറഞ്ഞതുപോലെ, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായി തീരുക. അല്ലെ, തീയുടെ സാധാരണ രീതി എന്താണ്? തീ ഒരു വസ്തുവിലേക്ക് വന്നാൽ ആ വസ്തുവിനെ തീ കത്തിക്കും. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അള്ളാഹു അത് തീരുമാനം അങ്ങനെയല്ല, മറിച്ച്
പറഞ്ഞു, പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അത് തണുപ്പാകണം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സബബുകൾക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ, സ്വന്തം നിലക്ക് സാധിക്കുകയില്ല എന്ന കാര്യം അദ്ദേഹം ഇവിടെ പ്രത്യേകമായി സൂചിപ്പിച്ചു. അടുത്ത ഫായിദയായിട്ട് പറഞ്ഞു ഇത്തിഹാദുൽ ഖുബ്ബത്തി മിൻ ജുലൂദിൽ അൻആം, അഥവാ മൃഗങ്ങളുടെ അൻആമുകളുടെ ബഹീമത്തുൽ അൻആമുകളുടെ അനുവദിക്കപ്പെട്ട ഹലാലായ രൂപത്തിൽ അറുത്തിട്ടുള്ള മൃഗങ്ങളുടെ തൊലി അത് നമുക്ക് ടെന്റിനും മറ്റുമൊക്കെ ഉപയോഗിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണത്. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത, നിങ്ങൾക്ക് മൃഗങ്ങളുടെ അതിന്റെ തൊലികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വീടുണ്ടാക്കാൻ അത് നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. തസ്തഖിഫൂനഹ യൗമ ലഅനിക്കും വയൗമ ഇഖാമത്തിക്കും, നിങ്ങൾക്ക് യാത്രയിലും നിങ്ങളല്ലാത്ത നാട്ടിലും ഒക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ടെന്റുകളൊക്കെ ധാരാളമായി ഈ ലെതറിന്റെ ഇതുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അത് അല്ലാഹു തആല പറഞ്ഞതാണ്. പക്ഷെ അത് ദബ്ഗിന് ശേഷമാണ്, അഥവാ അത് ഊറക്കിട്ടതിന് ശേഷമാണ്. അതല്ലാതെ നേർക്കുനേരെ തൊലി ഉപയോഗിക്കുകയില്ല. അതിൽ നിന്നും നജസ് കലരാൻ സാധ്യതയുണ്ട്, മോശം മണങ്ങളൊക്കെ ഉണ്ടാകും. മറ്റൊരു ഫായിദയായി പറഞ്ഞത് ജവാസു ഇസ്തിഖ്ദാമിൽ അഹ്റാർ, സ്വതന്ത്രരായ ആളുകളെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നാണ്. ഇവിടെ ബിലാൽ സ്വതന്ത്രനായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് തന്നെ ബിലാലിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വതന്ത്രനായ ഒരു വ്യക്തിയെയും ഖിദ്മത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി വെക്കാം. അതല്ലാതെ അടിമകൾ മാത്രമല്ല ജോലിക്ക് വെക്കേണ്ടത്, സ്വതന്ത്രരെയും വെക്കാം. അതിലും ദീനിൽ അനുവാദമുണ്ട് എന്നാണ്. മറ്റൊരു ഫായിദ ജവാസു ഇആനത്തിൽ മുതവദ്ദി, വുളു എടുക്കുന്ന ആളുകളെ നമുക്ക് സഹായിക്കാം. അത് അനുവദനീയമാണ്. ഒരാൾക്ക് വുളു എടുക്കുന്നതിന് വേണ്ടി പല രൂപത്തിൽ വെള്ളം കൊണ്ടുകൊടുക്കാം. ഇനി വെള്ളം കൊണ്ടുകൊടുത്തതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കാം, അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഹദീസുകളിൽ അത് കാണാൻ സാധിക്കും. ഇനി അതിലും അപ്പുറം ഒരാൾക്ക് വുളു അയാളുടെ കയ്യിൽ നമുക്കിങ്ങനെ കഴുകി കൊടുക്കാം. അഥവാ നമ്മൾ വുളു എടുക്കുകയല്ല, നമ്മൾ തന്നെ വെള്ളമെടുത്ത് അയാളുടെ രണ്ട് കൈകളും കഴുകി കൊടുക്കുന്നു, വായിലേക്ക് നമ്മൾ തന്നെ കയറ്റി കൊടുക്കുന്നു, മൂക്കിലേക്ക് നമ്മൾ തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നു. ഇതും ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു അവിടെ നീയത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നീയത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാകേണ്ടത്, മറ്റതിന് നമുക്ക് നീയത്ത് ഉണ്ടാവേണ്ടതില്ല. നമുക്ക് വെള്ളം കൊണ്ടുകൊടുക്കുന്നതിനോ ഒഴിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് നീയത്ത് ആവശ്യമില്ല. പക്ഷെ കൈ കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി പ്രത്യേകം നീയത്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ അയാൾ വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ കൈ കൊടുത്തത് കൊണ്ട് അയാൾക്ക് വുളു ശരിയാവുകയില്ല. അയാൾ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയാൾ ആ നീയത്ത് നിർബന്ധമായും വെക്കേണ്ടതുണ്ട് എന്ന കാര്യം. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജവാസു ലുബ്സുൽ അഹ്മർ, ചുവപ്പ് വസ്ത്രം ധരിക്കൽ അനുവദനീയമാണ്. അലൈഹി ഹുല്ലത്തുൻ ഹംറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ ചുവപ്പുണ്ടായിരുന്നു. അതിന് നമ്മൾ പറഞ്ഞു, ആ ഹദീസിന് ജംഅ ചെയ്തത് അങ്ങനെയാണ്. പൂർണ്ണമായ ചുവപ്പ്, ഒരു കലർപ്പുമില്ലാത്ത ചുവപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പാടില്ലാത്തത്. ആ ചുവപ്പിൽ വല്ല വരകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഡിസൈനുകളോ കളർ മാറ്റങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് അനുവദിക്കപ്പെടും എന്നുള്ളതാണ്. അടുത്തൊരു ഫായിദയായി അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അദ്ദേഹത്തിന്റെ സൗബ് ഇങ്ങനെ അല്പം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സഹാബി പറഞ്ഞത് കഅന്നഹു അൻദുറു ഇലാ ബയാലി സാഖൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണങ്കാലിന്റെ വെള്ള ഞാൻ കാണുന്നത് പോലെയുണ്ട് എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്ഫ് സാക്ക് വരെയാണ് ധരിച്ചിട്ടുണ്ടാവേണ്ടത്, അതല്ല എങ്കിൽ അവിടുന്ന് വസ്ത്രം ഉയർത്തിയതായിരിക്കാം. നിസ്ഫു സാക്ക് വരെ ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, ഇസാറത്തുൽ മുഅ്മിനി ഇല അൻസാഫി സാഖൈഹി, മുഅ്മിനിന്റെ വസ്ത്രം എന്ന് പറയുന്നത് അവന്റെ കണങ്കാലിന്റെ മധ്യം വരെയാണ്. എന്നിട്ട് പറഞ്ഞു ലാ ജുനാഹ അലൈഹി മാ ബൈനഹു വ ബൈനൽ കഅബൈനി, എന്നാൽ അതുമുതൽ രണ്ട് നെരിയാണി വരെയുള്ള സമയത്ത് അവൻ ധരിക്കുന്നത് തെറ്റില്ല. വമാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, വമാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, എന്നാൽ നെരിയാണിക്ക് താഴെ വട്ട് ഒരാൾ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് നരകത്തിലേക്ക് എത്തിക്കും, ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു. ആദ്യത്തെ ഒരു കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു, നിസ്ഫു സാക്ക് ധരിക്കാം എന്നുള്ളതിന്. രണ്ടാമത്തെ കാര്യം അത് ഇവിടെ വരെ ധരിക്കാം എന്നുള്ളതിന് അനുവാദവും കൊടുത്തു. അതിനുശേഷം പോകുന്നതിനെതിരെ താക്കീതും കൊടുത്തു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്ഫു സാക്ക് ധരിച്ചിട്ടിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജറ സൗബഹു ഖുയല, ആരെങ്കിലും അഹങ്കാരത്തോടു കൂടി വസ്ത്രം വലിച്ചിഴച്ചാൽ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ നോക്കുകയില്ല എന്നുള്ളതാണ്. ഇതൊന്നുകൂടി ഗൗരവം കൂടിയതാണ്. നേരത്തെ ഒരാൾ അഹങ്കാരമില്ലാതെ തന്നെ നിര്യാണിക്ക് താഴെ ധരിച്ചാൽ അത് വലിയ ശിക്ഷയുള്ള ഫിന്നാർ എന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ അഹങ്കാരത്തോടു കൂടി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നോക്കുക തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അതൊന്നുകൂടി
കടുത്ത കാര്യമാണ്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അഹദ ശിഖൈ സൗബി യസ്തർഖി ഇന്നി ഇല്ല അന്നി അതഅഹദു ദാലിക മിൻ. എന്റെ വസ്ത്രം ഇങ്ങനെ താഴേക്ക് പോകും. അബൂബക്കർ ഒരു മെലിഞ്ഞ വ്യക്തിയായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, എന്റെ അരയിൽ നിന്നും തുണി അതിങ്ങനെ താഴേക്ക് പോകാറുണ്ട്, ഞാനത് ഉദ്ദേശിച്ചിട്ടല്ല, അങ്ങനെ ഇടയ്ക്ക് ഞാൻ അറിയാതെ പോകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലസ്ത തസ്നഉ ദാലിക ഖുയല. നീ അതൊരിക്കലും അഹങ്കാരം ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല, ആയി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വസ്ത്രം അറിയാതെ, അഥവാ അയാൾ കയറ്റിയിട്ടാണ് ഉടുത്തത്, പക്ഷെ അറിയാതെ അങ്ങനെ താണുപോയി, അയാൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് വസ്ത്രത്തിന്റെ ലൂസ് കൊണ്ട് പെട്ടെന്ന് താണുപോയി, അങ്ങനെയുള്ള ആളുകൾ ഇതിൽ പെടുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇവിടെ തെളിവുണ്ട് സഹാബത്തിൽ എല്ലാവരും നിസ്ഫുസാക്ക് ധരിച്ചിട്ടില്ല, ചില ആളുകൾ നെര്യാണിക്കൊപ്പമാണ് ധരിച്ചിട്ടുള്ളത് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം അദ്ദേഹം തെളിവ് പിടിച്ചോ നോക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്ഫുസാക്കാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ ആ നിസ്ഫുസാക്കിൽ നിന്നും അദ്ദേഹത്തിന്റെ തുണി അത് നെര്യാണി വിട്ട് താഴേക്ക് എത്തണമെങ്കിൽ മുകളിൽ അദ്ദേഹത്തിന്റെ ഔറത്തടക്കം വെളിവാകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം നിസ്ഫുസാക്ക് ആയിരിക്കുകയില്ല ധരിച്ചിട്ടുള്ളത്, മറിച്ച് അദ്ദേഹം നെര്യാണിക്കൊപ്പമായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. അവിടുന്ന് താഴെ പോയാൽ മാത്രമാണ് ഔറത്ത് വെളിവാകാതെ തുണി ആവുകയുള്ളൂ. ഒരിക്കലും ഔറത്ത് വെളിവാകുന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, സഹാബത്തിൽ അങ്ങനെ പലരെയും അവർ രണ്ടു രൂപത്തിലും ധരിച്ചതായി കാണാൻ സാധിക്കും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും തന്നെ നിസ്ഫുസാക്കിന്റെ അത്രയാണ് ധരിക്കുന്നത് എങ്കിൽ അവിടെ ഒരാൾക്ക് നിസ്ഫുസാക്ക് ധരിക്കാം. ഇനി അതല്ല, ആ നാട്ടിൽ എല്ലാവരും തന്നെ നെര്യാണിക്കൊപ്പമായിട്ടാണ്, അഥവാ നെര്യാണിയുടെ തൊട്ട് മുകളിലായിട്ടാണ് ധരിക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ നിസ്ഫുസാക്ക് ധരിക്കുക എന്നുള്ളത് അത് ശുഹറത്തിന്റെ അടയാളമായി മാറും, അഥവാ അത് പാടില്ല എന്ന് പല പണ്ഡിതന്മാർ, ഷെയ്ഖ് സാലിൽ ഫൗസാനെ പോലെയുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ അത് പറഞ്ഞതായി കാണാൻ സാധിക്കും. ആ നാട്ടിൽ ആളുകൾ ചെയ്യുന്ന രൂപം, അഥവാ രണ്ടും സുന്നത്താണ്. രണ്ടിൽ നാട്ടിൽ ആളുകൾ ചെയ്യാത്തൊരു സുന്നത്ത് നിങ്ങൾ ചെയ്യേണ്ടതില്ല, നിങ്ങൾ പ്രത്യേകം അങ്ങനെ ഒരു നോട്ടക്കാരാകേണ്ടതില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ അവരുടെ വീടുകളിലൊക്കെ ചില ആളുകൾ സുന്നത്ത് മനസ്സിലാക്കുന്ന സമയത്ത് അവരൊരു പക്ഷെ നിസ്ഫുസാക്ക് ഇടുന്നത് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെ നിസ്ഫുസാക്ക് ഇടേണ്ടതില്ല, ഇത്ര കയറ്റേണ്ടതില്ല, നിനക്ക് ആ നെര്യാണിന്റെ അവിടെ വെച്ചൂടെ എന്ന് ഉപ്പയും ഉമ്മയും അങ്ങനെയുള്ള ഒരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? അവൻ തീർച്ചയായും ആ ഉപ്പയും ഉമ്മയും അനുസരിച്ചുകൊണ്ട് നെര്യാണിക്ക് തൊട്ടുമുകളിലായി ധരിക്കണം, ഒരിക്കലും നിസ്ഫുസാക്ക് അവിടെ ധരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ചോദിച്ചേക്കാൾ സുന്നത്തല്ലേ എന്നുള്ളത്. ശരിയാണ്, സുന്നത്താണ്. പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും ഒരു കാര്യം, ഹറാമല്ലാത്ത കാര്യം നിന്നോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുസരിക്കലും നിനക്ക് വാജിബായി. ഉപ്പയും ഉമ്മയും അനുസരിക്കൽ നിനക്ക് നിർബന്ധമായി. ഇത് സുന്നത്താണ്. നിസ്ഫുസാക്ക് ധരിക്കുക എന്നുള്ളത് നിന്നോട് ആരും കൽപ്പിച്ചിട്ടില്ല, അത് സുന്നത്താണ്. അപ്പോൾ അവിടെ ഒരു സുന്നത്തുമുണ്ട്, അതിനോട് കൂട്ടിമുട്ടുന്നത് നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൽപ്പനയാണ്. ആ കൽപ്പനക്ക് നീ വില കൊടുക്കണം, കാരണം അത് നിർബന്ധമാണ്, അതനുസരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നീ നെര്യാണിക്ക് തൊട്ടു മുകളിലായി ധരിക്കുക, അവിടെ നിസ്ഫുസാക്ക് ധരിക്കേണ്ടതില്ല. ഇനി അതല്ല, ഉമ്മയും ഉപ്പയും കൽപ്പിക്കുന്നത് നെര്യാണിക്ക് ചായ ധരിക്കണം, ഇതൊക്കെ പഴഞ്ചനാണ്, നീ എന്താണ് ഈ കാടം വേഷം ധരിച്ചിരിക്കുന്നത്, പ്രാകൃതമായി ജീവിക്കുന്നത് എന്താണ് ഈ ഒരു സമൂഹത്തിൽ, നീ നെര്യാണിക്ക് താഴെ ധരിക്കണമെന്ന് ഉപ്പയും ഉമ്മയും പറഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, പടച്ചവനായ, നമ്മെ പടച്ചവനായ, നമ്മുടെ മേൽ നിയന്ത്രണ അവകാശമുള്ള, നിയമത്തിന് അധികാരമുള്ള അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെ നീ അനുസരിക്കാൻ പാടില്ല, അവിടെ അനുസരിക്കാൻ പാടില്ല. കാരണം അവിടെ ഹറാമും ഹലാലും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അവിടെ ഹറാമായതിനനുസരിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞത് സുന്നത്തും നിർബന്ധവുമായ കാര്യമായി ഏറ്റുമുട്ടലാണ്. അവിടെ ഉമ്മയെ ഉപ്പയും അനുസരിക്കുക എന്നുള്ള നിർബന്ധം അനുസരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ അനുവദിക്കപ്പെടുന്ന, അഥവാ ദീനിൽ അനുവദിക്കപ്പെടുന്ന കാര്യത്തിന് വേണ്ടി ഉപ്പയോടും ഉമ്മയോടൊക്കെ വഴക്കുണ്ടാക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഒരു വ്യക്തിയുടെ ഉപ്പയും ഉമ്മയും പറയുകയാണ്, നീ ഈ രൂപത്തിലുള്ള നീളം വസ്ത്രം, കന്തൂറ പോലെയുള്ള വസ്ത്രം അത് നീ ധരിക്കരുത്, ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമല്ല, നീ വേണമെങ്കിൽ ഷർട്ടും മുണ്ടും ധരിച്ചോ, അല്ലെങ്കിൽ ജുബയും പാൻറ്റും ധരിച്ചോളൂ, ഷർട്ടും മുണ്ടും ധരിച്ചോളൂ എന്ന് പറയുകയാണ് വിചാരിക്കുക. എന്താണ് ഇവിടെ നിലപാടെടുക്കേണ്ടത്? എവിടെയും ഷർട്ടും മുണ്ടും ധരിക്കുക എന്നുള്ളത് നിർബന്ധമാകും. കാരണം ഷർട്ടും മുണ്ടും ധരിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ വിലക്കില്ലാത്ത കാര്യമാണ്. ദീനുൽ ഇസ്ലാമിൽ അതിന് യാതൊരു വിലക്കുമില്ല. ഉപ്പയും ഉമ്മയും അനുസരിക്കുക എന്നുള്ളത് നിനക്ക് നിർബന്ധമാണ്. അപ്പോൾ ഒരിക്കലും ഉപ്പയും ഉമ്മയും ധിക്കരിച്ചുകൊണ്ട് ഞാൻ കന്തൂറ തന്നെ ഇടുകയുള്ളൂ, ഞാൻ സുന്നത്തിന്റെ വസ്ത്രമേ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ അതിന് മുന്നിട്ടിറങ്ങിയാൽ അവൻ യഥാർത്ഥത്തിൽ ഒരു സുന്നത്ത് എടുക്കുന്നതിന് വേണ്ടി ഒരു ഹറാമ് ചെയ്തവനാകും. അത് ഉപ്പയും ഉമ്മയും ധിക്കരിക്കുക എന്നുള്ള അവസ്ഥ
അവന് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തൊരു ഫായിദയെ അദ്ദേഹം പറഞ്ഞത് അന്ന സാഖ ലൈസത് മിനൽ ഔറ, കണങ്കാല് എന്നുള്ളത് ഔറത്തിന്റെ ഭാഗമല്ല. നമുക്കറിയാം പുരുഷന്റെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കിളിനിടയിലാണ്, കണങ്കാൽ ഔറല്ല. കാരണം അതുകൊണ്ടാണ് സഹാബി പറഞ്ഞത് അൻദുർ ഇലാ ബയാലി സാഖൈഹി, കണങ്കാലിന്റെ വെള്ളയിലേക്ക് ഞാനിങ്ങനെ നോക്കിയതായി എനിക്ക് ഇപ്പോഴും കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ്. ശരി, ഈ ഹദീസിൽ അദ്ദേഹം വേറെയും ചില ഫായിദകൾ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് യാത്രയിലാണെങ്കിലും ബാങ്ക് വാജിബാണ് എന്നുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാണുള്ളത്, എന്നിട്ടും ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് യാത്രയിലാണെങ്കിൽ, അപ്പോൾ നമ്മൾ യാത്ര പോകുന്നു എന്ന് വിചാരിക്കുക, 3-4 ആളുകളുണ്ട്, ജമാഅത്താണ്, ഒറ്റക്കല്ല. ഒറ്റക്കാകുമ്പോൾ നിർബന്ധമാവുകയില്ല, 3-4 ആളുകൾ അല്ലെങ്കിൽ 3 ആളുകൾ അല്ലെങ്കിൽ 2 ആളുകളായാലും മതി. യാത്രയിൽ പോയി നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് കേട്ടിട്ടില്ല എങ്കിൽ നമ്മളവിടെ ബാങ്ക് കൊടുക്കൽ നിർബന്ധമാകും. ഒരാൾ ബാങ്ക് കൊടുക്കണം, ചെറിയ ഒച്ചയിൽ കൊടുത്താൽ മതി, കാരണം നമുക്ക് വേണ്ടി മാത്രമാണ്. അവിടെയുള്ള ആളുകൾ നേരത്തെ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാകും. നമ്മൾ ബാങ്ക് കൊടുക്കുക, ശേഷം ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ യാത്രയിൽ ജംഅൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ളുഹറും അസ്റും നമ്മൾ യാത്രയിൽ ഒന്നുകിൽ ളുഹറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബാങ്ക് കൊടുക്കുക, എന്നിട്ട് ഇഖാമത്ത് കൊടുത്ത് ളുഹർ നിസ്കരിക്കുക, പിന്നീട് ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് അസർ നിസ്കരിക്കുക. അസറിന് വേണ്ടി പ്രത്യേകം ബാങ്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ഫായിദ ഈ ഹദീസിൽ നിന്നുള്ളത് അന്നൽ മുഅദ്ദിന യൽതഫിതു യമീനൻ വശിമാലൻ ഇൻദൽ ഹയ്യാലത്തൈൻ. ഹയ്യാലത്തൈൻ അഥവാ ഹയ്യാല സല ഹയ്യാലൽ ഫല എന്ന് പറയുമ്പോൾ മുഅദ്ദിൻ വലത്തും ഇടത്തും തിരിയുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എങ്ങനെ ചെയ്യണം? ഹയ്യാല സല എന്ന് പറയുമ്പോൾ ആ 2 ഹയ്യാല സലക്കും വലതും 2 ഹയ്യാലൽ ഫലക്കും ഇടതും അങ്ങനെ ചെയ്യണമോ? അതല്ല, ഹയ്യാല സല എന്നുള്ളത് ഒരു തവണ വലതും ഒരു തവണ ഇടതും, ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ഒരു തവണ വലതും ഒരു തവണ ഇടതും, ഈ രൂപത്തിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഏതാണ് ചെയ്യേണ്ടത്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് നമ്മുടെ നാടുകളിലൊക്കെ പൊതുവേ ഉള്ളത് ഹയ്യാല സല പറയുമ്പോൾ 2 തവണയും വലതും, ഹയ്യാലൽ ഫലാഹ് പറയുമ്പോൾ 2 തവണയും ഇടതും ഉള്ളത് എന്നാണ്. അതാണ് പൊതുവെ അന്നു മുതലേ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഈ ഹദീസിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ താല്പര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഹയ്യാൽ സല എന്ന് പറയുന്നത് വലതുഭാഗത്തുള്ള ആളുകളും കേൾക്കേണ്ടത് തന്നെയാണ്. ഹയ്യാൽ അൽ ഫലാഹ് എന്ന് പറയുന്നത് അത് ഇടതുഭാഗത്തുള്ള ആളുകളും കേൾക്കേണ്ടതാണ്. അതുപോലെ ഹയ്യാൽ അൽ ഫലാഹ് എന്ന് പറയുന്നതും വലതുഭാഗത്തുള്ള ആളുകൾ കേൾക്കേണ്ടതാണ്, ഇടതുഭാഗത്തുള്ള ആളുകളും കേൾക്കേണ്ടതാണ്. കാരണം അതിന്റെ ഒരു ഹിക്മത്തായി പറഞ്ഞിട്ടുള്ളത് പണ്ട് കാലത്ത് ഉയർന്ന് നിന്നിട്ട് എല്ലാ ഭാഗത്തുള്ള ആളുകളെയും കേൾപ്പിക്കുക എന്നുള്ളതാണ് ഈ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയും ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റില്ല. ഒരാൾ ഹയ്യാൽ സല എന്ന് വലതുഭാഗത്തൊരു തവണ ഇടതുഭാഗത്തൊരു തവണ, ഹയ്യാൽ അൽ ഫലാ വലതുഭാഗത്തൊരു തവണ ഇടതുഭാഗത്തൊരു തവണ പറയുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ മൈക്രോഫോൺ ഉണ്ട്. നമുക്കിങ്ങനെ തിരിയാതെ തന്നെ നേരെ നിന്ന് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തും. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം മൈക്രോഫോൺ മുന്നിൽ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ തിരിയേണ്ടതില്ല. പ്രത്യേകിച്ചും അങ്ങനെ തിരിയുന്ന സമയത്ത് സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെ, ഇത് യഥാർത്ഥത്തിൽ വലതും ഇടതും തിരിയാൻ പറഞ്ഞിട്ടുള്ളത് സൗണ്ട് അങ്ങോട്ട് ദൂരത്തോ എത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഉയർന്ന സ്ഥലത്ത് കയറാൻ പറഞ്ഞത് ബാങ്ക് പരമാവധി ദൂരത്തെത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് മറ്റു മാർഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളതിന് ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കേണ്ടതില്ല. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നമ്മൾ ബാങ്ക് കൊടുക്കേണ്ടതില്ല. കാരണം നമുക്ക് അതിനേക്കാളും ഒച്ചയിൽ കൊടുക്കാനുള്ള സ്പീക്കർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. അതുപോലെ വലതും ഇടതും തിരിയുന്നതിന്റെ ഒരു ഹിക്മത്തായി അദ്ദേഹം പറഞ്ഞു. ഇനി ഒരാൾക്കതല്ല, മൈക്കിൽ നിന്നും തെറ്റാത്ത രൂപത്തിൽ വലതും ഇടതും തിരിയാൻ സാധിക്കുമെങ്കിൽ അയാൾക്ക് 2 കാര്യവും അവിടെ ഒരുമിപ്പിക്കാൻ സാധിക്കും. വല്ലാഹു അലം. പിന്നീട് അദ്ദേഹം ഒരു ഫായിദയായി കൊടുത്തത് അന്ന ഇഖാമത്ത് സലാത്തി മിൻ അസ്ബാബിൽ ഫലാഹ്, നിസ്കാരം അത് നിലനിർത്തുക എന്നുള്ളത് വിജയത്തിന്റെ ലക്ഷ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം ആദ്യം ഹയ്യാൽ അസ്സലാ നിസ്കാരത്തിലേക്ക് വിളിച്ചു, ഉടൻ തന്നെ ഹയ്യാൽ അൽ ഫലാഹ് വിജയത്തിലേക്ക് വിളിക്കുകയാണ്. അപ്പം നിസ്കാരം എന്ന് പറയുന്നത് വിജയത്തിനുള്ള മാർഗമാണ്, അതിന്റെ അടിസ്ഥാനമാണ് എന്നാണ്. ഇനി അദ്ദേഹം പറയുന്നു, ഇവിടെ നമ്മൾ ബാങ്ക് ഇഖാമത്തിലുമുണ്ടല്ലോ ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരിക അതുപോലെ വിജയത്തിലേക്ക് വരിക എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് ഇഖാമത്തിലുമുണ്ട് ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽ ഫലാഹ് എന്നുള്ളത്, നിസ്കാരത്തിലേക്ക് വരിക വിജയത്തിലേക്ക് വരിക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആളുകൾ നിസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞു, പിന്നെ എന്തിനാണ് ഹയ്യാൽ അസ്സലാ എന്നവിടെ പറയുന്നത് എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് ഇന്നൽ ഇഖ്ബാല ഇല സ്വലാത്തി നൗആൻ, നിസ്കാരത്തിലേക്ക് വരിക എന്നുള്ളത് 2 ഇനമുണ്ട്. ഒന്ന് ഇഖ്ബാലും ബിൽ ബദനി വൽ ഖൽബ്, 2 ഇഖ്ബാലും ബിൽ ഖൽബി ദൂനൽ ബദൻ.
ഒന്ന് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും വരിക എന്നുള്ളത്. നമ്മൾ നിസ്കാരത്തിലേക്ക് വെറുതെ യാന്ത്രികമായി വന്നുകൊണ്ട് കാര്യമില്ല. ഒരാളിങ്ങനെ യാന്ത്രികമായി മസ്ജിദിൽ വന്നു ഹൃദയം എവിടെയോ ആണ്, നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല. അവന്റെ ശരീരം മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. നിസ്കാരത്തിന് വേണ്ട ബാധ്യത പൂർത്തിയായി എന്നല്ലാതെ അതിന് പ്രതിഫലം അവന് ഒരുപാട് നഷ്ടപ്പെടും. എന്നാൽ ഒരാൾ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പൂർണ്ണത. അപ്പോൾ അതാണ് ഇഖ്ബാലും ബിൽ ഖൽബി വൽ ബദൻ ഉണ്ട്, ഹൃദയവും ശരീരവുമായി വരുത്തുണ്ട്. അതുപോലെ ശരീരം ഇല്ലാതെ ഹൃദയം കൊണ്ട് മാത്രം വരുത്തുണ്ട്. അപ്പൊ ആദ്യം ഹൃദയവും ശരീരവും കൊണ്ടുവരാൻ പറഞ്ഞു ഹയ്യ അലസ് സലാ എന്ന് ബാങ്കിൽ. പിന്നീട് ഇവിടെ എത്തിയതിനു ശേഷം ഒന്നുകൂടി നിന്റെ ഹൃദയം നിസ്കാരത്തിലേക്ക് മുന്നിടേണ്ടതുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതും പറയുന്നത്. നിസ്കരിക്കാനാണ് പോകുന്നത് എന്ന് നിന്നെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹയ്യ അലസ് സലാ എന്ന് പറയുന്നത്. അതിന്റെ ശരീരത്തിനെ കൊണ്ട് വിളിക്കുന്നതല്ല, മറിച്ച് നിന്റെ കൽബിനെ ഉണർത്തുകയാണ് ഇഖാമത്തിലുള്ള ഹയ്യ അലസ് സലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അഥവാ അഖ്ബിൽ ഇലൈഹ ബിഖൽബിക്, നിന്റെ ഹൃദയം കൊണ്ട് നീ നിസ്കാരത്തിലേക്ക് വരിക. നേരത്തെ ബാങ്ക് കേട്ട് നീ ശരീരം കൊണ്ട് വന്നു കഴിഞ്ഞു, നിന്റെ ഹൃദയം കൊണ്ട് നീ വന്നു കഴിഞ്ഞു. ഇനി നീ ശരീരം എവിടെ എത്തി, നിന്റെ ഹൃദയം കൊണ്ട് വരിക എന്ന് അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പറയുന്നു, ചില ആളുകൾ അവർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതായ ഒരുപാട് ദിക്റുകളും ദുആകളും അതിനോടൊപ്പം ചേർത്ത് പറയുന്നു. അല്ലെങ്കിൽ അത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ബാങ്ക് കൊടുക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ കബീറ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ പറയുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് ബിദ്അത്തിൽപ്പെട്ടതാണ്, യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബാങ്ക് റിവായത്ത് ചെയ്ത ആരും തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടൊരു സലാത്ത് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് പഠിപ്പിച്ചത് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് സലാത്ത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സലാത്തില്ല. അതുകൊണ്ട് അതൊരിക്കലും തന്നെ പാടില്ല. ഇനി ഒരാൾ പറയുകയാണ് അഷ്ഹദു അന്ന സയ്യിദിന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ബാങ്കിൽ ചേർത്താലോ? ശരിയാണ്, അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ സയ്യിദാണ്, മുഴുവൻ ആദം സന്തതികളെയും സയ്യിദാണ്. അന സയ്യിദു വലദി ആദം വല ഫഖർ, ഞാൻ ഫഖർ പറയുകയല്ല, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബാങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സയ്യിദ് എന്ന് പറഞ്ഞ അതിൽ ചേർത്താൽ അത് ബിദ്അത്തായി പോരും. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നു, ലൗ കാന സയ്യിദക ഹഖൻ മാ തജാവസ്ത ശരീഅതഹു, അദ്ദേഹം നിങ്ങളുടെ യഥാർത്ഥ നേതാവായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശരീഅത്തിൽ പരിധി വിട്ട് നിങ്ങൾ കിടക്കുകയില്ല. ഫഅജീബുൻ മിൻ ഹൗലാ യുസയ്യിദൂന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഖാലിഫൂനഹു, ഒരു റസൂലിനെ നേതാവാണെന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹത്തിന് എതിരാവുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യം അത്ഭുതമാണ്. വസ്സയ്യിദു യജിബു അൻ യകൂന മുതാഅൻ, സയ്യിദ് എപ്പോഴും അനുസരിക്കപ്പെടുന്ന ആളാകണം. നമ്മൾ സയ്യിദാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ആ സയ്യിദ് എന്ന് പറയുന്ന കാര്യം തന്നെ അനുസരണക്കേടാണ്. അങ്ങനെ അവിടെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സയ്യിദ് എന്ന് പറയുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അനുസരണയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ ഹദീസുള്ള ഫായിദയായിട്ട് പറഞ്ഞതാണ് ഇസ്തിഹ്ബാബു സ്വലാത്തി ഇലാ സുത്ര, സുത്രയിലേക്ക് നിസ്കരിക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്നുള്ളത്. സുമ്മ റുക്കിസത് ലഹു അനസ എന്ന ഹദീസിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു അനസയിലേക്ക്, ഒരു വടിയിലേക്ക്, കുന്തത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിസ്കരിച്ചു എന്നാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം സുത്ര, നിസ്കാരത്തിൽ സുത്ര സ്വീകരിക്കുക എന്നുള്ളത് അത് മുസ്തഹബാണ് എന്നാണ്. എന്നാൽ ചിലർ പണ്ഡിതന്മാർ ആ ഹദീസിന്റെ നേർക്കുനേരെയുള്ള, ഈ ഹദീസിൽ നിന്നല്ല മറ്റൊരു ഹദീസിന്റെ നേർക്കുനേരെയുള്ള അർത്ഥപ്രകാരം അത് വാജിബാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് വാജിബാകുന്നതും സുന്നത്താകുന്നതുമായ അവസ്ഥയുണ്ടാകും. നിന്റെ മുകളിലൂടെ ആളുകൾ പോകുമെന്ന് ഉറപ്പുണ്ടായിരിക്കെ നീ സുത്ര സ്വീകരിക്കാതെ നിസ്കരിച്ചാൽ നീ കുറ്റക്കാരനാകും. അത് വാജിബാണ്. അഥവാ ഒരാൾ മുന്നിലൂടെ പോകാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ നീ സുത്ര സ്വീകരിക്കുക. അതല്ല, നീ ഏറ്റവും മുന്നിലാണ്, നിന്റെ വീട്ടിലാണ്, അവിടെ ഇനി മുന്നിലൊന്നും ആരും പോകാനില്ല, അങ്ങനെയുള്ള സമയത്ത് നീ സുത്ര സ്വീകരിക്കൽ അവിടെ മുസ്തഹബേ ഉള്ളൂ. കാരണം ആരും ഇനി മുന്നിൽ പോകാനില്ല എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഹദീസിൽ കാണാം, സല്ലല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഗൈരി ജിദാർ, മദിലിലേക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ വേറൊരു ഹദീസിൽ ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, സുത്രയിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ നിസ്കരിക്കരുത്. അപ്പൊ ഇത് രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്നാമത്തെ ഹദീസ് നിർബന്ധത്തെ കുറിക്കുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ സുത്രയിലേക്കല്ലാതെ നിസ്കരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വാജിബ് എന്നുള്ള പദവിയിൽ നിന്നും മുസ്തഹബ് എന്നുള്ള പദവിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ സുത്ര സ്വീകരിക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ മുന്നിൽ സുത്ര ഇല്ല എങ്കിലും നമ്മൾ കുറ്റക്കാരാവുകയില്ല എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാം. ഇത് ഈ ഹദീസിൽ നിന്നുള്ള ഫായിദയിൽ പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്
ഈ അധ്യായത്തിലുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട 1-2 ഹദീസുകൾ കൂടി നമുക്ക് ബാക്കി ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.